അതുമാതിരി തന്നെ മധുബാലകൃഷ്ണൻ എത്ര വൃത്തിയായിട്ടവനാന്ന് പറയുമ്പോൾ മധു അതിന് തന്നെയാണ് പറയണത്. ഞാനിത് ആദ്യമായിട്ടാണ് പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാലഭാസ്കർ കേസ് ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ കേസ് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ മധുബാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരും എന്നോട്. പക്ഷേ നിങ്ങളുടെ ഓഡിയോ ആദ്യമായിട്ട് പുറത്തുവിട്ടത് അദ്ദേഹമാണ്. ആര്? താങ്കൾ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഓഡിയോ അല്ല പുറത്തുവിട്ടത്. ആദ്യം ഞാൻ ഈ സംഭവം വിളിച്ചു പറയുന്ന ഓഡിയോ കൊടുത്തത് താങ്കൾ പറയുന്നത്. അല്ലല്ല, ഓഡിയോ എന്നല്ല പറഞ്ഞത്. ഞാൻ മധുവിനെ വിളിച്ചു പറയണം. മധുവിനെ വിളിച്ചു പറയുമ്പോൾ മധു എന്നോട് ഇവിടെ പറഞ്ഞു, ചേട്ടാ ഈ വീട്ടുകാരായിട്ടെല്ലാം കണക്ഷൻ പിന്നെ ആളുടെ നമ്പർ തരാന്ന് പറഞ്ഞ് പ്രകാശ് തമ്പിയുടെ നമ്പർ തരാന്ന് പറഞ്ഞു. അതിനാ പ്രകാശ് തമ്പിക്ക് എന്നെ വിളിക്കുന്നതിന് ഞാൻ പറഞ്ഞു വിളിച്ച് പരിചയപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഞാൻ പ്രകാശ് തമ്പിനെ വിളിച്ചു. ആ ചാപ്റ്റർ അവിടെ നിന്നു. അതിന് CBIക്കാരും ക്രൈംബ്രാഞ്ചുകാരും അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഞാൻ മധുവായിട്ട് സംസാരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് CBIക്ക് മൊഴി കൊടുത്തേ എന്നെ കുറിച്ച് വളരെ മോശമായിട്ടാണ് കൊടുത്തേ. അവരതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ചോദിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ പറ്റേ. വലിയ പുരാണമൊക്കെ പറയാനെങ്കിൽ എനിക്ക് അതിനേക്കാളും 4 കഥകൾ പറയാനുണ്ടാവും. അതൊന്നും വേറെ സംശയങ്ങളൊന്നുമില്ല. ഇത് കഴിയട്ടെ എന്ന് ഓർത്ത് ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നതാ. മധു പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരും. അല്ലെങ്കിൽ മധു എനിക്കെതിരെ അല്ല, മധു CBIക്ക് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് ഞാൻ കൊടുക്കും, പുറത്തു വിടും. അല്ല, ആരുടെയെങ്കിലും സ്വാധീനത്തിൽ പുള്ളി വഴങ്ങിയതാണെന്ന് ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല. നമ്മൾ ആ വഴിക്കൊന്നും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ ജെന്യൂനായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാനിപ്പോ എന്തോ ആയിക്കോട്ടെ, എന്ത് ക്രിമിനലോ എന്തോ ആയിക്കോട്ടെ, എനിക്കെതിരെ അങ്ങനെ കുറച്ച് വിസ കേസ് ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അത് എനിക്കൊരു കലാഭവന്റെ അതിന് ഉത്തരവാദിത്വം 100% കലാഭവനായിട്ട് ഉത്തരവാദിത്വം. അതിന് ആ കലാഭവന്റെ നേതൃത്വത്തിലേക്കുള്ളവർ ഇപ്പൊ എവിടെയൊന്നും അന്വേഷിച്ചു നോക്ക്. ഈ കേസ് തെളിയുമ്പോൾ അവരൊക്കെ എവിടെ വരുന്നു എന്നുള്ളത് അന്വേഷിച്ചു നോക്ക്. അതല്ലാണ്ട് ഒരു ക്രിമിനൽ കേസിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു അടിപിടി കേസോ പെണ്ണ് കേസോ അല്ലെങ്കിൽ ഡ്രഗ്സോ മറ്റോ ഒന്നും കെട്ടി ഒരു കേസിലും ഇല്ല. അല്ല, ഞാൻ മാത്രമാണ് ഉത്തരവാദി. കലാപം സുഖമായിട്ട് കയ്യെന്ന് ഒഴിഞ്ഞു, കലാപകാരൻ സുഖമായിട്ട് കൈ ഒഴിഞ്ഞു. അതൊക്കെ ഇപ്പൊ ഈ കേസ് തീരുമ്പത്തേനും ബാക്കി കഥകളൊക്കെ ജനം മനസ്സിലാക്കിക്കോളും അതിലെന്താ എണ്ണ ഉണ്ടായെന്നുള്ളത്. അപ്പൊ ഞാൻ പറയണ്ടല്ലോ, കലാപന്റെ 1987 വിദേശ പരിപാടികളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ആർക്കും സമയമില്ലാണ്ടായിപ്പോയി. സോവിയത്തിൽ കാണിച്ചാൽ അത് പൊക്കി പിടിച്ചിട്ട് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല അതിനകത്തൊന്നും. നമ്മളങ്ങനെയൊന്നും പേടിച്ചിട്ടൊന്നും. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? വിസ കേസ് എന്ന് പറഞ്ഞ കേസ് എനിക്കുണ്ടെങ്കിൽ അതിന് പകുതി ഉത്തരവാദിത്വം കലാഭവനുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ലാണ്ട് ഞാൻ കുഞ്ഞാണെന്ന് പറഞ്ഞില്ല. ഞാൻ എന്ത് വൃത്തിയായിട്ടായിക്കട്ടെ, ബാലഭാസ്കർ കേസിൽ ഞാൻ കണ്ടത് സത്യം. അത് തെളിയിച്ചിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോകുള്ളൂ. അതിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് തെളിയിച്ചിട്ട് തന്നെ പോകുള്ളൂ.